ഇവിടെ കാടും നാടും ഏകദേശം ഒരുമിച്ചാണ്. ബെർലിനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ മിക്കവാറും വളരെ ജനനിബിഡമായിരിക്കും. ബിൽഡിങ്ങുകൾ കാരണം കാര്യമായിട്ടൊരു ഫോറസ്റ്റോ അങ്ങനെ തിങ്ങി നിൽക്കുന്ന ഏരിയകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ബെർലിൻ സിറ്റിയുടെ തന്നെ വളരെ നടുവിൽ ഏകദേശം സെൻട്രൽ ഭാഗത്തുള്ളൊരു ഏരിയയാണ്. ഇവിടേക്ക് ഞങ്ങൾക്ക് എസ്ബാന്, ഊബാന്, ട്രാം എല്ലാവിധ കണക്ഷൻസും ഉള്ള ഏരിയയാണ്. അഥവാ യഥാർത്ഥത്തിലൊരു സെൻട്രൽ ഏരിയയാണ് ജർമ്മനിയുടെ. പക്ഷേ ഇങ്ങനെയൊക്കെ കണക്ഷനുള്ള ഏരിയയിലും നമുക്ക് ഇത്രമാത്രം നിബിഡമായ ഒരു കാടും ഒക്കെ കാണാൻ പറ്റും. വളരെ കൗതുകകരമാണ്. ഇത്രമാത്രം വലിയൊരു ക്യാപിറ്റൽ സിറ്റിയുടെ മധ്യത്തിൽ ഇത്ര മാത്രം നിബിഡമായിട്ടുള്ള വനങ്ങളൊക്കെ അതേ മുകളിൽ നിൽക്കുകയും അതിലൂടെയൊക്കെ ആളുകൾ നടക്കാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ ഉണ്ട്. അപ്പോൾ വളരെ കൗതുകമായി തോന്നി ഇത്തരം ഒരു സിറ്റിയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വനങ്ങളൊക്കെ നിൽക്കുകയും അതിലാളുകൾ ഇതിൽ ഈ വന്യജീവികളുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അന്വേഷിച്ചിടത്തോളം ഒരു പേടിയും പേടിക്കാതെ ഇതൊക്കെ നടക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ബെർലിനിലെ ഒരു സമ്മർ റെസിഡൻഷ്യൽ സെറ്റപ്പാണ്. യഥാർത്ഥത്തിൽ ഒരു ഔട്ട്സ്കേർട്ടിൽ ആരുടെയും ശല്യമല്ലാതെ അവർക്ക് വന്ന് സമ്മറിൽ മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു വീടും ചെറിയൊരു വീടും അതിൻ്റെ ഒരു കോട്ടിയാടും ഗാർഡനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംവിധാനം.